മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ആദിലയ്ക്കും നൂറയ്ക്കും തെറ്റ് പറ്റിയോ എന്നൊരു സംശയം ഇപ്പോൾ വന്നിരിക്കുകയാണ്. മെയിനായിട്ട് ആദിലയ്ക്ക് എവിടെയോ ഒരു തെറ്റ് പറ്റി. എന്തായാലും റിയാസ് വന്നു പോയതിന് ശേഷം ആ ഒരു തോന്നലും ആ ഒരു പേടിയും നമ്മുടെ ആദിലേനെയും നൂറയെയും പിടികൂടിയിട്ടുണ്ട്. നൂറ ആദിലയോട് പറയുന്നത് നിനക്ക് വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, കേട്ടറിവ് മാത്രം വെച്ച് നമ്മുടെ നെവീനെതിരെ ഷാനവാസിൻ്റെ ഒപ്പം ചേർന്ന് ആ ഒരു ആരോപണം പറഞ്ഞത് തന്നെയാണ്. റിയാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം അതേപ്പറ്റി ആദിലയോടും നൂറയോടും സംസാരിച്ചിരുന്നു. അപ്പോൾ റിയാസ് നൂറയോട് പറഞ്ഞത് ആദിലയ്ക്ക് അത് പറയുന്നതും പറയാതിരിക്കുന്നതും ആദിലയോടെ ഇഷ്ടമാണ്. എങ്കിലും കേട്ടറിവ് മാത്രം വെച്ച് പറയണ്ടായിരുന്നു. ഷാനവാസ് പറഞ്ഞത് ജെനുവിൻ ആണോ എന്ന് ഒന്ന് അന്വേഷിക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നെവീനോടെങ്കിലും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഷാനവാസ് പറഞ്ഞതിൻ്റെ ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ മാത്രം ഓപ്പൺ നോമിനേഷനാണ് നെവീനെതിരെ ആദില നടത്തിയിരിക്കുന്നത്. അതെന്തായാലും നിനക്ക് തിരിച്ചടിക്കുമെന്നാണ് നമ്മുടെ നൂറ ഇപ്പോൾ ആദിലയോട് പറയുന്നത്. സൺഡേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഷാനവാസ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ നിനക്ക് എന്താകും? നെഗറ്റീവ് ഇമേജ് ആവില്ലേ പുറത്ത് എന്നാണ് നമ്മുടെ ആദിലയോട് നൂറ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദിലയ്ക്കും നൂറയ്ക്കും നെവീനോടൊരു ദേഷ്യമുണ്ടായിരുന്നു. ആ ദേഷ്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് നെവീനെതിരെ അങ്ങനൊരു ആരോപണം വന്നപ്പോൾ അത് ശരിയാണോ തെറ്റാണോ, അതിൻ്റെ പുറകെ പോയാൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ വരും എന്നൊന്നും ആലോചിക്കാതെ ആദില എടുത്തു ചാടി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. എന്നാൽ ഇപ്പോൾ റിയാസ് വന്ന് ഓരോന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഉപദേശിച്ചപ്പോഴാണ് തെറ്റ് പറ്റിപ്പോയല്ലോ, പുറത്ത് നെഗറ്റീവ് ഇമേജ് ആകുമോ എന്നൊരു ഇമേജ് കോൺഷ്യസ് ഒക്കെ ആദിലയ്ക്ക് വന്നു തുടങ്ങിയത്. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നൂറ് എന്തായാലും പറയുന്നത് നിനക്ക് വലിയൊരു പ്രശ്നം വരാനുണ്ട്. അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നിന്നെ എടുത്തിട്ട് കുടയാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ്. അതിന് പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടി നമ്മുടെ നൂറ ആദിലയോട് പറയുന്നു. ആദിലയുടെ മനസ്സിലും ആ ഒരു പേടി കയറി കൂടിയിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.